നമസ്കാരം ഫ്രണ്ട്സ്, ടെക്നോ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. DTH കേബിൾ TV ബില്ലുകളുടെ കൃത്യമായ ചിത്രം ഉപഭോക്താവിന് നൽകുന്നതിനായി ട്രായിയുടെ പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. രാജ്യത്തെ വിവിധ DTH കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നിരക്കുകൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതിനായാണ് ട്രായി ചാനൽ സെലക്ടർ ആപ്പ് വന്നിരിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഉപഭോക്താവിന് അയാളുടെ DTHൻ്റെയും കേബിൾ TV ഓപ്പറേറ്റർമാരെ തിരഞ്ഞെടുക്കാം. കൂടാതെ അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ ID-യോ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ വെച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ എത്രത്തോളം ചാനൽസ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിന് എത്ര രൂപ നൽകിയിട്ടുണ്ടെന്നും എന്നുള്ള വിവിധ കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നതിനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. നിങ്ങൾ ട്രായി ചാനൽ സെലക്ടർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നിലവിലുള്ള കുറച്ചധികം ഓപ്പറേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ട്രായി ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിൽ ലഭ്യമല്ലാത്ത ഡീറ്റെയിൽസിൻ്റെ വിവരങ്ങൾ കുറച്ച് ദിവസത്തിനകം ഇതിൽ ലഭ്യമാക്കുമെന്നാണ് ട്രായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഏതാണ് നിങ്ങളുടെ ഓപ്പറേറ്റർ അവരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഏഷ്യാനെറ്റ് തിരഞ്ഞെടുത്തു. തുടർന്ന് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വരികയും ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ID, നിങ്ങൾ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ മാക് ID എന്നിവ നിങ്ങൾക്കിവിടെ നൽകാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പറാണ് നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ നൽകി തുടർന്ന് ഞാൻ താഴെയുള്ള എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. തുടർന്ന് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. തുടർന്ന് കണ്ടിന്യൂ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 തവണ കണ്ടിന്യൂയിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP ലഭിക്കുന്നതിനായി ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതും ഇവിടെ നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വരുന്നതുമായിരിക്കും. OTP നൽകിയതിന് ശേഷം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ ആ ചാനൽ നിങ്ങളുടെ ആ ഒരു ബുക്കയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് നിങ്ങൾ എത്ര എമൗണ്ടാണ് പേ ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾക്ക് ബാലൻസ് എത്ര എമൗണ്ട് നിൽപ്പുണ്ടെന്നുള്ളതും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. തുടർന്ന് വ്യൂ മൈ പ്ലാൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ എഡിറ്റ് സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷനിലാണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കൂടുതൽ ചാനൽസ് ആഡ് ചെയ്യുന്നതിന് സാധിക്കും. നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന ചാനൽസ് റിമൂവ് ചെയ്യുന്നതിന് സാധിക്കും. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതിനായി സാധിക്കുമെന്നാണ് ട്രായി പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ എഡിറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ചാനലുകൾ എഡിറ്റ് ചെയ്യുന്നതിനും നിങ്ങൾക്കിവിടെ സംവിധാനം നൽകിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന ചാനലുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് പുതുതായി ചാനലുകൾ ആഡ് ചെയ്യുന്നതിന് സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്യുന്നുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ താല്പര്യമുള്ള ചാനലുകൾ പെട്ടെന്ന് കിട്ടുന്നതിനായി അപ്പോൾ മാത്രമായി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്നതിനും ഉള്ള സംവിധാനം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനൽസ് സെലക്ട് ചെയ്യാം. തുടർന്ന് നിങ്ങൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എടുത്തിരിക്കുന്ന ബുക്കിലുള്ള ചാനൽസ് മാത്രം ഇവിടെ കാണുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനലുകൾ കൂട്ടിച്ചേർക്കുന്നതിനും അവയെ ഒഴിവാക്കുന്നതിനുള്ള സംവിധാനമെല്ലാം ട്രായി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് ബുക്കെയും നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതും നിങ്ങൾ റിമൂവ് ചെയ്തിരിക്കുന്ന ചാനൽസ് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇവിടെ കാണാം. തുടർന്ന് തൊട്ട് താഴെ നിങ്ങൾ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ വാല്യൂ പെർ മന്ത് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരും. തുടർന്ന് ഒപ്റ്റിമൈസ് എന്നുള്ളതിൽ പോയി നിങ്ങൾക്കത് ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് ട്രായി പറയുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. കാരണം ഈ ആപ്ലിക്കേഷൻ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ദിവസങ്ങൾ കഴിയുന്തോറും ഇത് കൂടുതൽ ഭംഗിയായി വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ചാനൽ ഞാനിപ്പോൾ ഒപ്റ്റിമൈസ് എന്നുള്ള കൊടുക്കുന്ന സമയത്ത് യുവർ കേബിൾ പ്രൊവൈഡർ ഈസ് അൺഎബിൾ ടു പ്രോസസ് ദി റിക്വസ്റ്റ് കറന്റ്ലി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് വന്ന് നിൽക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് കൂടുതൽ ഭംഗിയായി വർക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അറിയുന്നതിന് സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം ഫ്രണ്ട്സ്.